Guys, it's time. It's finally time for my round of 32 predictions. ഞാൻ ഇതൊക്കെ ചെയ്തു വെച്ചിട്ട് 2 ദിവസം എന്തോ ആയി. പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടാത്തതുകൊണ്ടാട്ടോ ഇത്ര ഒരു ഡിലേ. ഇറ്റ്സ് ഫൈൻ. ഫസ്റ്റ് മാച്ച് കാനഡ വിൽ വിൻ. സെക്കൻഡ് മാച്ചിൽ ബ്രസീൽ വേഴ്സസ് ജപ്പാൻ. ഗൈസ്, നിങ്ങൾ സ്ട്രീം കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ഐ വാസ് ഓൾവേസ് റൂട്ടിംഗ് ഫോർ ബ്രസീൽ. ഞാൻ ജപ്പാന്റെ ജേഴ്സി അണിഞ്ഞിട്ട് ബ്രസീലിനെ സപ്പോർട്ട് ചെയ്തതാ. 2-1 ജയിക്കുന്നു പറഞ്ഞു, 2-1 ജയിച്ചു. എന്റെ അടുത്ത പ്രിഡിക്ഷൻ നെതർലൻഡ്സ് വേഴ്സസ് മൊറോക്കോ. ഗൈസ്, എല്ലാരും എന്താ വിചാരിക്കുന്നുണ്ട്, നെതർലൻഡ്സ് ജയിക്കുന്ന? നോ, മൊറോക്കോ വിൽ വിൻ, അതും പെനാൾട്ടിറ്റീസില്. ജർമ്മനി വേഴ്സസ് പരഗ്വേ. എഗെയിൻ എടാ, എല്ലാരും ജർമ്മനി ജയിക്കുന്ന വിചാരിക്കുന്നുണ്ട്. പക്ഷെ ആ 7-1 എന്നുള്ളതൊക്കെ വെറും ഫ്ലൂക്ക്, ഓരെ കൊണ്ടൊന്നും വയ്യ. പരഗ്വേ അവരെന്തുകൊണ്ട് ഗേ ആയത്? ദേ വിൽ ഫൈറ്റ് ടിൽ ദ എൻഡ്. ഓക്കെ, അവരും പെനാൾട്ടിറ്റീസില്. ഗൈസ്, കം ഓൺ. എന്ത് പെർഫെക്റ്റ് പ്രഡിക്ഷൻ ആ സ്വപ്ന. യു ഫ്രോഡ്. ഐ ട്രസ്റ്റഡ് യു മാൻ. സ്ക്രിപ്റ്റ് തന്നിന്നെ 2 വട്ടം മൂഞ്ചിച്ചു ട്രംപ്. എടാ, ബ്രസീൽ ഇങ്ങനെ ജയിച്ചപ്പല്ലേ എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി, ഓക്കെ, ഇത്തവണയെങ്കിലും എന്റെ പ്രഡിക്ഷൻ കണ്ടിട്ട് ആളുകള് എനിക്ക് വേണ്ടി കൈയടിക്കുന്നു. ഇനി എല്ലാവരും എന്റെ ചെപ്പ കളിക്കും ഈ പ്രഡിക്ഷൻ കണ്ടിട്ട്. മാങ്ങാത്തൊലി. എടാ, ഞാൻ ജർമ്മനി നെതർലൻഡ്സും എന്തായാലും ജയിക്കുന്നു വിചാരിച്ചതാ, എക്സ്പെഷ്യലി ജർമ്മനി. യു ചീറ്റ്, യു ബ്ലഡി ചീറ്റ്. ഫുട്ബോൾ ആണ്, എന്തും സംഭവിക്കാന്ന് പറയുന്നത് വെറുതെ അല്ല എന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ? ആ ഒരു കാരണം കൊണ്ട് തന്നെ എൻ്റെ ഈ 2 പ്രിഡിക്ഷൻ തെറ്റിയതിൽ എനിക്ക് വലിയ സങ്കടമൊന്നുമില്ല. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ പ്രിഡിക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വലിയ നല്ല വേൾഡ് കപ്പ് അടിക്കാൻ സാധ്യതയുള്ള ടീമുകളൊക്കെ ബാക്കിയുള്ള കുഞ്ഞു ടീമുകൾ തോൽപ്പിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം എന്ന്. എക്സെപ്റ്റ് ഫോർ പോർച്ചുഗൽ. അവരാണ് ചെറിയ ടീം, ഓരാണ് വയ്യാത്ത ടീം. അതുകൊണ്ട് പോർച്ചുഗൽ തോൽക്കരുത്, അങ്ങനത്തെ വലിയ ടീമുകളെ തോൽപ്പിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ ജർമ്മനി ഔട്ട്, നെതർലൻഡ്സ് ഔട്ട്. ഐ ആം ആക്ച്വലി ഹാപ്പി. എന്റെ പ്രിഡിക്ഷൻ തെറ്റിയാലും എന്താ, ഇറ്റ്സ് എ ഗുഡ് തിങ്. ഏറ്റവും മിനിമം ഒരു 90% ഓഫ് ദ ഫുട്ബോൾ ഫാൻസ് അറൌണ്ട് ദ വേൾഡ് ഈ റിസൾട്ട് എക്സ്പെക്ട് ചെയ്തിട്ടില്ല. എക്സ്പെഷ്യലി എടാ, ഏത് ലോജിക്കിൽ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് പരഗ്വേ ജർമ്മനിനെ തോൽപ്പിക്കും എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുക? ഐ മീൻ ആ മാച്ചസിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നതിന് മുന്നേ ബ്രസീൽ വേഴ്സസ് ജപ്പാൻ, സാംബ വേഴ്സസ് ബ്ലൂ ലോക്ക്, നമുക്ക് അതിനെ കുറിച്ചിട്ട് സംസാരിക്കാം. നിങ്ങൾ എല്ലാവരും പോലെ ഐ ഹാഡ് സോ മച്ച് എക്സ്പെക്ടേഷൻസ് ഓൺ ദിസ് ഗെയിം. എക്സ്പെഷ്യലി ജപ്പാന്റെ ഈ ഒരു പ്രോമിസിങ് ടെക്നിക്കലി ക്വാളിറ്റി ഉള്ള ഈ ഫുട്ബോളേഴ്സ് എല്ലാവരും ഒരുമിച്ച് ബ്രസീലിനെ പോലെയുള്ള ഒരു ടീമിനെതിരെ വേൾഡ് കപ്പിന്റെ റൗണ്ട് ഓഫ് 32 കളിക്കുക. ഓക്കെ, ഐ ഹാഡ് സോ മച്ച് എക്സ്പെക്ടേഷൻസ് ആൻഡ് മാച്ച് വാസ് ഗുഡ്. ഓക്കെ, ഇറ്റ് വാസ് റിയലി ഗുഡ്. ലാസ്റ്റ് മിനിറ്റ് വരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സംഭവം തന്നിട്ട് എൻഡ് ചെയ്തിട്ടുള്ള ഒരു റിയലി ഗുഡ് മാച്ച്. ബട്ട് ജപ്പാന്റെ കാര്യത്തില് ഐ ആം ആക്ച്വലി ഡിസപ്പോയിന്റഡ്. എല്ലാവരും എന്താ പറയാ, യെസ് ജപ്പാൻ, ഗോ ജപ്പാൻ. അവര് എന്താ പറയാ, ഫൈനൽ മിനിറ്റ് വരെ ഫൈറ്റ് ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. യെസ്, നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു തോറ്റതിനൊന്നും ഓരോ കുറ്റം പറയാ, കളിയാക്കിയ നോ 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 നോ. ഏറ്റവും കുറഞ്ഞത് നമ്മളെ ഏഷ്യൻ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് ഇവർ ഇത്ര നന്നായി കളിച്ചത്. പക്ഷേ ഇവരെ സംബന്ധിച്ച് ഇവർ സാധാരണ എങ്ങനെയാണോ കളിക്കുന്നത് അതുപോലെ കളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ബ്രസീലിനെ തോൽപ്പിക്കാൻ കഴിയുമായിരുന്നു. ആ ഒരു സെക്കൻഡ് ഹാഫ് മുഴുവൻ, അതല്ലെങ്കിൽ അവര് ലീഡ് എടുത്തതിന് ശേഷം ഈ ഒരു 29-ാം മിനിറ്റിൽ ഇവര് ലീഡ് എടുത്തതാണ് ശരിക്കും പ്രശ്നമായത്. കാരണം അതുവരെ ബ്രസീലിന്റെ മേലെ കയറി ഇവര് നിരങ്ങേനും. ആ ഒരു ഗോൾ അടിച്ചതിന് ശേഷം ഇവരെന്തോ എടാ 11 പ്ലേയേഴ്സും ബോക്സിന്റെ ഉള്ളിൽ നിൽക്കുന്ന ടൈപ്പ് ഓഫ് അത്രക്കും ഡീപ്പായിട്ട് ഇറങ്ങി ജപ്പാൻ കളിക്കുക. എടാ, ജപ്പാൻ എന്തിനാ അതിന്റെ ആവശ്യം? നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ജപ്പാന്റെ കാലിൽ ബോളുള്ള സമയത്ത് മാത്രമാണ് അവര് ബ്രസീലിനെക്കാളും ബെറ്റർ ആയിട്ട് ഈ ഒരു മാച്ചിൽ കളിച്ചത്. ഡിഫെൻസീവ്ലി അവരുടെ ഓർഗനൈസേഷനും കാര്യങ്ങളും ഒക്കെ വളരെ അടിപൊളി ആയിരുന്നു. വളരെ പേഷ്യന്റ് ആയിട്ടാണ് അവർ ആ കാര്യങ്ങളൊക്കെ ചെയ്തത്. എങ്കിൽ പോലും അത് ചെയ്യണതിനൊപ്പം ഇവരുടെ അടുത്ത് തന്നെ ബോൾ വെച്ചിട്ടുള്ള കളി അങ്ങനെയും കൂടെ ഇവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുക ഇവര് ബ്രസീലിനെ തോൽപ്പിച്ചിട്ടുണ്ടാവും. ആ ഒരു രീതി അവർ കളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ. പിന്നെ എന്താ സംഭവം എനിക്കറിയില്ല, ഒരു ഡെത്ത് നോട്ടില് ഞങ്ങള് ഗോൾ അടിച്ച് 1 ഗോളിന്റെ ജയം മതിയെന്നോ അങ്ങനെ എന്തെങ്കിലും വെച്ചോന്നാവോ അറിയില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ബ്രസീലിന്റെ കാര്യത്തില് റിയലിസ്റ്റിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു വേൾഡ് കപ്പ് നേടാൻ മാത്രമുള്ള സ്ക്വാഡോ അതല്ലെങ്കിൽ എന്താ പറയാ അതിനുള്ള ടൈപ്പ് ഓഫ് കളിയൊന്നും ഇല്ല ഈ ഒരു ടീമില്. പക്ഷേ ജപ്പാനെതിരെ ദേ ഫോട്ട് ടിൽ ദ എൻഡ്. നമ്മൾ വാച്ച് ലോങ് ചെയ്യുന്ന സമയത്ത് ചാറ്റ് എടുത്ത് നോക്കിയാൽ കാണാം, ആ ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോ
എല്ലാവരും ബ്രസീലിന്റെ കയ്യിൽ നിന്ന് കളി പോയി എന്ന് ഉറപ്പിച്ചിരിക്കുകയായിരുന്നു, എക്സെപ്റ്റ് മീ. കാരണം എന്റെ കയ്യിൽ സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ. എടാ എല്ലാരും ഈ ടീമിനെ കൊണ്ട് കഴിയൂല, ജപ്പാൻ ജയിച്ചു എന്ന് അങ്ങോട്ട് ഉറപ്പിച്ച് നിൽക്കായിരുന്നു. ബട്ട് സെക്കൻഡ് ഹാഫ് കെയിം, നമ്മളൊരു ഡിഫറെന്റ് ബ്രസീലിനെ കണ്ടു. അറ്റ് ദ സെയിം ടൈം ഒരു ഡിഫറെന്റ് ജപ്പാനും ആയിരുന്നു കേട്ടോ. ബ്രസീൽ മാക്സിമം കോൺസ്റ്റന്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ആൻഡ് കസമിറോ ഫസ്റ്റ് ഹാഫിൽ ആള് ചെറുതായിട്ടൊന്ന് പറയിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ആ ഒരു ക്ലച്ച് ജീൻ ഈ സീസണില് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ആള് കുറെ തവണ റിപ്പീറ്റഡ് ആയി ചെയ്ത ആ ഒരു കാര്യം, he did it again. ഗബ്രിയേലിന്റെ ഒരു കിഡിലൻ ക്രോസ് ആൻഡ് കസമിറോ ബാക്ക് പോസ്റ്റിൽ പോയിട്ട് ഹെഡ് ചെയ്യണു. W mans. Bruno G, he was also very good, comparatively very good. ആൻഡ് ആളുടെ ഭാഗത്തു നിന്നാണ് ആ ഒരു ഫൈനൽ മിനിറ്റില് അസിസ്റ്റ് ഫോർ മാർട്ടിനെല്ലി. അസിസ്റ്റ് കൊടുത്തത് നല്ലട്ടോ. ഗബ്രിയേലിന്റെ ഈ ഒരു സാധനം നോക്കി, അക്യുറേറ്റ് പാസസ് 130 ഔട്ട് ഓഫ് 135. ഇത് ജപ്പാൻ അത്രയും ഡീപ്പായി പോയതുകൊണ്ടാണ് ഇത്രയും പാസസ് ഒക്കെ പ്ലേയേഴ്സിന് വരുന്നത്. അതല്ലെങ്കിൽ ഇവരെങ്ങനെ കളിക്കുക? കാരണം ജപ്പാൻ പ്രസ് ചെയ്യണ പോലുമില്ല. ഇങ്ങനെ ഇറങ്ങി ബോക്സിന്റെ ഉള്ളിലാ 11 പ്ലേയേഴ്സ്. ആ ഒരു കാര്യം ആലോചിക്കുമ്പോൾ മാത്രമാണ് എനിക്കൊരു ഡിസപ്പോയിന്റ്മെന്റ് ഉള്ളത്. കാരണം ബ്ലൂ ലോക്ക് എന്നൊക്കെ പറഞ്ഞ് ഒരു നീല ജേഴ്സി എല്ലാം ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാവും. പിന്നെ വിനീഷ്യസ് ജൂനിയർ അഗെയിൻ, ഓക്കെ, ആൾക്ക് ഗോൾ അടിക്കാനും അസിസ്റ്റ് ചെയ്യാനൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിലും ആ ചില സമയത്ത് ആള് ചെയ്ത കുറെ കാര്യങ്ങളുണ്ട്. എക്സ്പെഷ്യലി ഒരു അങ്കര് വിനി മൊമെന്റ് ആള് ചെയ്തിട്ടോ, അത് പോസ്റ്റിൽ തട്ടിയിട്ടാ പോയത്. വിനിയെ കുറിച്ച് ഞാൻ നോട്ടീസ് ചെയ്ത ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം എന്താണെന്നറിയോ? ഹി വാസ് വെരി കോൺഫിഡന്റ്. സംഭവം ബ്രസീൽ തോറ്റു നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പോലും ആളെ കാലിൽ ഇവര് ബോൾ കൊടുത്തിട്ടുണ്ടായിരുന്ന സമയത്തൊക്കെ ആളുടെ ഫേസിൽ ടെൻഷനോ അങ്ങനെ ഒന്നും ഞാൻ കണ്ടില്ല. ഹി വാസ് കോൺഫിഡന്റ് ആൻഡ് ഓരോ തവണ ബോൾ കിട്ടിയപ്പോഴും ഹി ട്രൈ ടു ഡു സംതിങ്. മാച്ചിലെ ഫസ്റ്റ് ഗോൾ, അതായത് ജപ്പാന്റെ ഗോൾ ബൈ സാനോ, ആ ഗോൾ വന്ന വഴിയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഡാനിലോയുടെ ഒരു മിസ് പാസ് ഇന്റർസെപ്റ്റ് ചെയ്തിട്ടാണ് ആൾ ആ ഒരു ഇൻഡിവിജ്വൽ റണ്ണ് നടത്തിയിട്ട് ഗോൾ അടിച്ച് വന്നത്. ഏകദേശം ഈ സെയിം മൊമെന്റ്സ് മാച്ചിൽ ഉടനീളം നമ്മൾ കണ്ടതാ. ജപ്പാൻ ആ പന്തൊന്ന് കിട്ടിയാൽ മതി, അവരുടെ പ്ലേയേഴ്സിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും. എന്നിട്ടാണ് അവർ ഇങ്ങനെ ഒരു കളി കളിച്ചത് ആലോചിക്കുമ്പോഴാണ് എനിക്ക് ഇപ്പോഴും ദേഷ്യം വരുന്നത്. ആൻഡ് ഇത് കോച്ചസ് തമ്മിലുള്ള ഒരു ബാറ്റിലായിട്ടും ആളുടെ ജപ്പാൻ കോച്ചിന്റെ ഡെത്ത് നോട്ടായിട്ടും ആളുടെ അങ്ങനെ കുറെ സംസാരം നമ്മൾ സംസാരിച്ചതിന് ശേഷം ഇങ്ങനെ ആൻസലോട്ടിന്റെ മുന്നിലാണ് ആളെത്തിയപ്പോത്തിന് അവരിങ്ങനൊക്കെ അവർ ഇത്രയും കാലം അവർ കളിച്ച ആ ഒരു ഗെയിം പ്ലാൻ മൊത്തത്തിലാണ് ഒഴിവാക്കി എന്നുള്ളത് കാണുമ്പോൾ എനിക്ക് എങ്ങനെ അത് പറയേണ്ടതെന്ന് മനസ്സിലാവണില്ല. ആൻഡ് ആൻസലോട്ടി നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കണ്ടതിൽ വെച്ചിട്ടുള്ള വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് കോച്ചസിൽ ഒരാളാണ്. ബട്ട് ആൾ ഒരിക്കലും ആളുടെ ടാക്ടിക്സോ അല്ലെങ്കിൽ ഗെയിം പ്ലാൻ കാരണം ഒന്നും ഇത്രയും ഒരു ലെവലിൽ എത്തിയതല്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇറ്റ്സ് ഓൾവേസ് അബൌട്ട് ഹിസ് ഗെയിം മാനേജ്മെന്റ് ആൻഡ് മാൻ മാനേജ്മെന്റ്. ഈ മാച്ചിൽ തന്നെ 90 മിനിറ്റ് ഒരു നോക്കൗട്ട് മാച്ചിൽ, അതും ബ്രസീലിനൊരു ഡിസഡ്വാൻറ്റേജ് ഉള്ള സമയത്ത് വരെ നെയ്മർ എന്നുള്ള ഒരു ഓപ്ഷൻ ആൾ ഉപയോഗിച്ചില്ല. അതിന് ആൾക്ക് വാലിഡ് ആയിട്ടുള്ള റീസൺസ് ഉണ്ട്. വേറെ ഏത് കോച്ച് ആണെന്നുണ്ടെങ്കിലും പ്രഷറിന് വഴങ്ങിയിട്ട് അല്ലെങ്കിൽ ആ ഒരു അപ്രോറൊക്കെ പ്രതീക്ഷിച്ചിട്ട് ചിലപ്പോൾ നെയ്മറിനൊക്കെയാണ് ഇറക്കി വരും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ. പക്ഷേ ഹി ഈസ് വെരി ബ്രേവ്. കാരണം ബ്രസീൽ എങ്ങാനും ഈ ഒരു മാച്ചിൽ തോറ്റിട്ടുണ്ടായിരുന്നെങ്കിൽ എല്ലാവരും നെയ്മറിന്റെ കാര്യം പറഞ്ഞ് ആൻസലോട്ടിയെ എന്താ പറയാ കുറ്റം പറയുമായിരുന്നു, എല്ലാ ടൈപ്പ് ഓഫ് ടോക്സ് ഉണ്ടാവുമായിരുന്നു. അതെല്ലാം ഫേസ് ചെയ്യാൻ റെഡി ആയിട്ടാണ് ആള് പല ഡിസിഷൻസും ഈ ഒരു മാച്ചിൽ എടുത്തത്. ആൻഡ് അതന്നെയാണ് ആളുടെ പവർ. റൗണ്ട് ഓഫ് 16 ബ്രസീലിന്റെ ഒപ്പണൻസ് ആരാവുന്നുള്ളത് ഇന്ന് രാത്രിയാണ് നമുക്കറിയാം. എല്ലാവരും ഹാളണ്ട് ആവണേ, നോർവേ ആവണേ എന്നൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. എന്തായാലും നിങ്ങളുടെ ബ്രസീലിന്റെ മേലെയുള്ള പ്രിഡിക്ഷൻസും എക്സ്പെക്ടേഷൻസും താഴെ കമന്റ് ചെയ്യുക. ആൻഡ് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ജർമ്മനി വേഴ്സസ് പരഗ്വേ. ഈ ഒരു വേൾഡ് കപ്പിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഷോക്കിംഗ് റിസൾട്ട്. 120 മിനിറ്റ്സ് ഓഫ് ഫുട്ബോൾ, 76% പൊസഷൻ, 800-ലധികം പാസസ്. ആൻഡ് കളി കഴിയുമ്പോൾ രണ്ട് ടീമും ആകെ അടിച്ചത് ഓരോ ഗോൾ വീതം. ആൻഡ് പെനാൾട്ടിറ്റീസിൽ ജർമ്മനി പരഗ്വേക്കെതിരെ തോൽക്കുന്നു. ഈ ഒരു മാച്ചിൽ പരഗ്വേ ഫുൾ ടൈം ബോക്സിന്റെ ഉള്ളിൽ പെറ്റിക്കിടക്കായിരുന്നു. അവർ ബസ് ട്രെയിന് പാർക്ക് ചെയ്തു. ഇങ്ങനെയൊക്കെ നിങ്ങൾ കംപ്ലൈന്റ് പറഞ്ഞാലും വി ഡോണ്ട് കെയർ. കാരണം പരഗ്വേന്റെ അടുത്ത് നിന്ന് ആരെങ്കിലും ബ്യൂട്ടിഫുൾ ഫുട്ബോൾ അതും ജർമ്മനിക്കെതിരെ എക്സ്പെക്ട് ചെയ്തിട്ടാണോ വന്നത്? അല്ലല്ലോ. അതാണ് പരഗ്വേ. അങ്ങനെ തന്നെ കളിക്കും, അങ്ങനെ കളിച്ച് ജയിക്കും ചെയ്തു. ഇനിയിപ്പോൾ എന്താ എല്ലാവരും പറയേണ്ടത് ജർമ്മനിനെയാണ്. ഓക്കെ, ജർമ്മനിക്ക് വയ്യ എന്നുള്ള ഒരു ഫാക്റ്റ് ആണ് നമ്മൾ പറയേണ്ടത്. ആകെയുള്ള ഒരു ഡിഫറെന്റ് ഒപ്പീനിയൻ അബൌട്ട് ദിസ് മാച്ച് അത് വരിക
എക്സ്ട്രാ ടൈമിന്റെ ഫസ്റ്റ് ഹാഫില് ജർമ്മനിയുടെ സെക്കൻഡ് ഗോൾ ജൊനാഥൻ താ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു കിഡിലൻ ഹെഡർ. പക്ഷേ വാറ് നോക്കിയിട്ട് ആ ഗോൾ അവര് ക്യാൻസൽ ചെയ്തു. ജർമ്മൻ പ്ലെയർ പരഗയുടെ കീപ്പറെ സേവ് നടത്തുന്നതിൽ നിന്ന് ഒബ്സ്ട്രക്ട് ചെയ്തു എന്നുള്ള ഒരു കാരണം പറഞ്ഞിട്ടാണ് ആ ഗോൾ അവർ ഡിസലോ ചെയ്തത്. അത്രക്കും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ അത് ഫൗൾ ആണോ എന്ന് ചോദിച്ചാൽ ഐ വുഡ് സേ യെസ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ പ്രീമിയർ ലീഗിലൊക്കെ കാണുന്ന ചില ടൈപ്പ് ഓഫ് സംഭവങ്ങളുണ്ട്. ഗോൾ കീപ്പറെ ചുറ്റും ആൾക്കാർ നിന്ന് അത്രയും ചെയ്യുന്ന ടൈപ്പ് ഓഫ് കാര്യങ്ങൾ ബാക്കിയുള്ള സ്ഥലത്ത് നടക്കുമ്പോൾ ഇവിടെ ഇത് ഡിസലോ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ബട്ട് അങ്ങനെയാണ് റൂൾസ്. അപ്പർ റഫറി അതിനനുസരിച്ചാണ് ഡിസൈഡ് ചെയ്തു എന്ന് പറയാം. എന്തായാലും അതിനെ പറ്റിയിട്ട് സോഷ്യൽ മീഡിയയിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കുറെ ആളുകൾ ജർമ്മനിനെ റോബ് ചെയ്തു എന്ന് വരെ പറയുന്നുണ്ട്. നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ചെയ്യുക. ഈ ഒരു മാച്ചിലെ ഏറ്റവും ഇൻഫ്യൂരിയേറ്റിംഗ് പാർട്ട് എന്താണെന്നറിയോ? ആ ഒരു പെനാൾട്ടി ഷൂട്ട് ഔട്ടാ. എക്സ്പെഷ്യലി ഒരു ജർമ്മൻ ഫാനിനെ സംബന്ധിച്ച് കളി മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയി. പെനാൾട്ടി ഷൂട്ട് ഔട്ടിൽ നമ്മൾ തോറ്റു എന്ന് ഉറപ്പിച്ച ഒരു സിറ്റുവേഷനിൽ പരഗെ മിസ്ഡ് 2 consecutive penalties. ജർമ്മനിക്ക് ഒരു ഗ്ലിംസ് ഓഫ് ഹോപ്പ്. ഇനിയുള്ളത് സഡൻ ഡെത്ത് ആണ്. കുറച്ചു മുന്നേ ജർമ്മനിക്ക് ഒരു വിന്നിംഗ് ഗോൾ അടിച്ചു കൊടുത്ത് അത് ക്യാൻസൽ ചെയ്യപ്പെട്ട ജൊനാഥൻ താ തന്നെ ഈ ഒരു പെനാൾട്ടി എടുക്കാൻ വരാണ്. എൻ്റെ ആള് ഗബ്രിയലിനെ മനസ്സിൽ ധ്യാനിച്ചാ വന്നത് തോന്നണോ? അടിച്ചണ് വിട്ട്. അതിനുശേഷം വന്ന പരഗെ പ്ലെയർ ഡിഡ് നോട്ട് മിസ്. അതിനർത്ഥം ജർമ്മനിയുടെ ഡ്രീം ഇറ്റ്സ് ഓൾ ഓവർ. ഐ മീൻ ജർമ്മനിനെ സംബന്ധിച്ച് കഴിഞ്ഞ 2 വേൾഡ് കപ്പ് ക്യാമ്പയിനേക്കാളും ഒരു ബെറ്റർ ക്യാമ്പയിൻ ഇനി നമുക്ക് അങ്ങനെ ആശ്വസിക്കാം. നെതർലൻഡ്സ് വേഴ്സസ് മൊറോക്കോ. ഞാൻ എൻ്റെ പ്രഡിക്ഷനിൽ എന്താ പറഞ്ഞത്? അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ഈ ഒരു കളി. ഞാൻ പറഞ്ഞത് മൊറോക്കോ എത്ര വലിയ ഒപ്പണന്റ് വന്നാലും ഓർക്കൊരു ഫൈറ്റ് കൊടുക്കും, ഓരോ ബുദ്ധിമുട്ടിക്കുന്ന. പക്ഷേ മൊറോക്കോ വാസ് പ്ലേയിങ് ബെറ്റർ ദാൻ നെതർലൻഡ്സ്. എങ്കിൽ പോലും നെതർലൻഡ്സ് ജയിക്കുക എന്നുള്ള എൻ്റെ പ്രഡിക്ഷൻ മാച്ചിന്റെ 91-ാം മിനിറ്റ് വരെ പെർഫെക്റ്റ് ആയിരുന്നു. ദേ വർ ലീഡിംഗ് 1-0 until ഇസാ ഡിയോപ്സ് 91st മിനിറ്റ് ഈക്വലൈസർ. ഓൾറെഡി മാച്ചിന്റെ പല മൊമെന്റ്സിലായിട്ട് ഡച്ച് ഗോൾ കീപ്പർ അവരെ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് 96-ാം മിനിറ്റിൽ എക്സ്ട്രാ ടൈമിന്റെ ഫസ്റ്റ് ഹാഫിലെ ദിസ് സേവ്. മൊറോക്കോ ജയിക്കേണ്ട സാധനമാണിത്. ഓക്കെ, പെനാൾട്ടിക്കൊന്നും പോകേണ്ട ആവശ്യമില്ലേനു. ആൻഡ് ഹി സേവ് ദിസ് ഷോട്ട്. അത്രയും ഇന്റൻസ് ആയിട്ടുള്ള വാശിയേറിയ 90 മിനിറ്റ് പ്ലസ് 30 120 മിനിറ്റിന് ശേഷം പെനാൾട്ടിറ്റീസ്. ആൻഡ് നമ്മളിങ്ങനെ ചിന്തിക്കും, വാട്ട് ആർ ദേ ഡൂയിങ്? ഇത്രയും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു പെനാൾട്ടി ഷൂട്ട് ഔട്ട്, അതും ഇത്രയും സീരിയസ് മാച്ചിൽ ആദ്യമായിട്ടാവും എല്ലാവരും കാണുന്നത്. ഞാൻ പ്ലേയേഴ്സിനെ കുറ്റം പറയല്ല, അത്രയും പ്രഷറുള്ള സംഭവമാണ്. പക്ഷേ ഓരോ പെനാൾട്ടി കാണുമ്പോൾ നമുക്കിങ്ങനെ ഇതെന്താ ഇങ്ങനെ കാണിക്കുന്നുണ്ട് എന്നൊക്കെ തോന്നും. പെനാൾട്ടി സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനം എന്നല്ല, ഞാൻ അങ്ങനെയല്ല പറയുന്നത്. ഓക്കെ, നമ്മൾ ഇതിൻ്റെ ഒരു ഹോൾ സംഭവം എടുത്ത് നോക്കുമ്പോൾ നമുക്ക് തോന്നാം ഇതെന്താ ഇങ്ങനെ അടിക്കേണ്ടതെന്ന്. പോസ്റ്റിന് ക്രോസ് ബാറിന് പുറത്തേക്ക് കീപ്പറെ നേരെ എന്തൊക്കെയോ കാണിച്ചിട്ട് അതിന്റെ ഇടയിൽ കൂടെ വെർബ്രൂഗൻ സേവ് ചെയ്ത ഒരു പെനാൾട്ടി, റഹീമിയുടെ പെനാൾട്ടി, ആളുടെ ഉള്ളു കൂടി തന്നെ എങ്ങനെയൊക്കെ പോയി ഉള്ളിലെത്തുക, എന്തൊക്കെയൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഹക്കീമി പെനാൾട്ടി മിസ്സാക്കി. പ്രീമിയർ ലീഗിൽ ഹാട്രിക് ഓഫ് പെനാൾട്ടീസ് എന്തോ അടിച്ചിട്ടുള്ള ക്ലൂവർട്ട് പെനാൾട്ടി മിസ്സാക്കി. അങ്ങനെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത എന്തൊക്കെയൊക്കെ ഒരു സംഭവമാണ് അവിടെ ആ ഒരു പെനാൾട്ടി ഷൂട്ട് ഔട്ട് മൊത്തത്തിൽ നടന്നത്. ആൻഡ് ഇൻ ദി എൻഡ് ഡിസേർവിംഗ്ലി തന്നെ പറയാ മൊറോക്കോ ഈസ് ഗോയിങ് ത്രൂ. അവര് നെതർലൻഡ്സിനെ തോൽപ്പിച്ചിട്ടുണ്ട്. ഇനി റൗണ്ട് ഓഫ് 16 ഉണ്ടാവും. എപ്പോഴും പറഞ്ഞ പോലെ ബെൽജിയം, നെതർലൻഡ്സ് ഇവരുടെ ഒന്നും ഗോൾഡൻ ജനറേഷന് അത് ഗോൾഡ് എന്ന് മാത്രമേ ഉള്ളൂ. ഒരു പിച്ചിലെത്തി റിസൾട്ടിന്റെ കാര്യത്തിൽ ആ ഒരു ഗോൾഡും സിൽവറൊന്നും ഒരു കിട്ടുന്നില്ല. എന്തപ്പോ ചെയ്യാം? സംഭവം ഈ ഒരു ഗ്രൂപ്പ് സ്റ്റേജ് കഴിഞ്ഞപ്പോഴൊന്നും ആർക്കും മൊറോക്കോയെ ആ ഒരു സെയിം ടൈപ്പ് ഓഫ് ഫിയർ ഇല്ലായിരുന്നു. ഓക്കെ, ഒരു നല്ല ടീമാണെന്നറിയാം, പക്ഷേ എല്ലാവരും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനബിൾ രീതിയിലാണ് ഓരെ പറ്റി ചിന്തിച്ചത്. ഒരു ഓക്കേഷ് ടീമാണ് എന്ന അത്ര കൺസിസ്റ്റന്റ് ആയിട്ട് സെയിം ലെവലിൽ കളിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയായിരുന്നു. ആൻഡ് ഇപ്പോ ഈ ഒരു മാച്ചിന് ശേഷം എവ്രി സിംഗിൾ വൺ ഓഫ് ദീസ് പീപ്പിൾ ആർ സേയിങ് മൊറോക്കോ ദേ ആർ സീരിയസ് കണ്ടന്റേഴ്സ്. വെറുതെ വന്ന് ബാക്കിയുള്ള ടീമിനെ വെറുപ്പിച്ച് പോവല്ല, വേണ്ടി വന്നാ ഇവര് കളിച്ച് തോൽപ്പിച്ച് അടുത്ത റൗണ്ടിലേക്കും പോവും. അത് ഏത് വലിയ ടീമാണെങ്കിലും. റൗണ്ട് ഓഫ് 16 കാനഡയാണ് മൊറോക്കോയുടെ ഒപ്പോണൻസ്. റിസൾട്ട് എന്താന്ന് നമുക്ക് ഓൾറെഡി അറിയാലോ. മൊറോക്കോ ഈസ് ഗോയിങ് ത്രൂ. എന്തായാലും ഈ ഒരു ഹോൾ ഡേ ഓഫ് ഫുട്ബോളിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയനൊക്കെ കമന്റ് ചെയ്യുക. എത്ര ആൾക്കാർ ഉറങ്ങി, എത്ര ആൾക്കാർക്ക് അപ്പുറത്തും ഇപ്പുറത്തും വേറെ കുറെ ആളുകളെ കാണുന്നുണ്ട്. അത്രക്കുള്ളൂ. ബൈ ബൈ, എല്ലാം പറയും.